ഇറാനെയും നന്നായിട്ട് നമ്മൾ പഠിക്കുമ്പം ഇറാൻ ഇന്നും പുതിയ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. എന്താണ്? കാമിക്കാസി എന്ന് പറയുന്ന പുതിയ തരം അഥവാ പഴയതിൻ്റെ ഒന്നുകൂടിയും പുത്തനാക്കിയിട്ടുള്ള ഡ്രോണിന് സൂയിസൈഡ് ഡ്രോൺ എന്നാണ് അവർ പേരിട്ട് വിളിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് അക്രമം എങ്ങനെ നടത്താൻ സാധിക്കുന്ന അഥവാ റഡാറുകളിൽ കൊടുക്കാൻ കഴിയാത്ത കാമിക്കാസിയുടെ പുതിയ വെർഷനായിട്ടാണ് ഇന്നത്തെ ലോഞ്ചിങ് ഈ ഇറാൻ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ വെക്കാൻ, വീഡിയോ നമ്മൾ കാണിച്ചാൽ ചിലപ്പോൾ അത് വയലേഷനായിട്ട് മാറും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇവിടെയാണ് നമ്മൾ ഓരോന്നും മനസ്സിലാക്കേണ്ടത്. ഓരോ കാര്യത്തിലും അമേരിക്കയുടെ തൊട്ട് മുന്നിലായിട്ട് തന്നെ അമേരിക്കയുടെ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കുന്നു അതിനപ്പുറമായിട്ട് ഇറാനും ഓരോന്നോരോന്നായിട്ട് ലോകത്തിന് മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ നേരത്തെ വലിയ കപ്പലുകൾ ഒന്നുകൂടിയും പേർഷ്യൻ കടലിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെയാണ് ഡ്രോണിനെ കാണിച്ച്, അഥവാ ആനയും അണ്ണാക്കുട്ടനും എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയേക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇതിൻ്റെ ഡ്രോണിൻ്റെ ശക്തിയെക്കുറിച്ച് അവർ വളരെ കൂടുതൽ വിശദമായി എഴുതുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സൂയിസൈഡ് അക്രമം അഥവാ ആത്മഹത്യാ ഡ്രോണുകളാണ് കാമിക്കാസി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവർ ഒരുപാട് അത് തവണകളിലായിട്ട് പരീക്ഷിച്ച് ഉന്നതമായ വിജയം കൈവരിക്കുകയും ചെയ്ത് എന്ന കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ഇന്ന് പ്രസ്താവന നടത്തി അത് ലോകത്തിന് മുമ്പിൽ അനാവരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ ഇതിലൊക്കെ താല്പര്യമെന്ന് ചോദിക്കുമ്പം, ഈ കപ്പലിനെ തകർക്കാൻ ഇത് മതിയാകുമോ എന്നതല്ല, ഈ കപ്പലിൽ നിന്ന് വരുന്ന അത് സംവിധാനം എന്ത് ബ്ലാസ്റ്റിംഗ് മിസൈലാണെങ്കിലും അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അൽ ഹുദൈദിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അനാവരണം നടത്തിയത് എന്നാണ് ഇവരുടെ ഭാഗം വ്യക്തമാക്കുന്നത്. അത് അനോണിമസ് ആണ്, അൺഒഫീഷ്യലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അൺഒഫീഷ്യലായിട്ട് പറയുന്നത് മിക്കപ്പോഴും ശരിയാകാറുണ്ട്. കാരണം ഇവിടേക്ക് വലിയ രൂപത്തിലുള്ള പ്രത്യാക്രമണങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഏറ്റവും നന്നായി ഹിറ്റ് ചെയ്യാൻ ഖത്തറിനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്ന പരോക്ഷമായിട്ടുള്ളൊരു സൂചന ഇതിലുണ്ട്. പിന്നീട് തിരഞ്ഞെടുക്കുന്നത് ജോർദാനെയാണ് എന്നും പറയപ്പെടുന്നു. ഇത് നമുക്കൊരു കാര്യം ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അനോണിമസ് എന്ന് പറയുന്ന വാർത്തകൾ എന്തൊക്കെയുണ്ടോ അതായിരിക്കും കൂടുതലും അത് അറ്റാച്ച് അല്ലെങ്കിൽ ടാർഗറ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ഫലങ്ങളിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 2025 ജൂൺ മാസം നമ്മൾ കണ്ടതും അത് തന്നെയാണ്. അനോണിമസായിട്ട് ഒരുപാട് അൺഒഫീഷ്യലായിട്ട് ഒരുപാട് അനൗൺസ്മെൻറ്റുകൾ അവിടെ ആ സമയത്ത് നടന്നിരുന്നു. എന്നിട്ട് നമ്മളൊക്കെ പലപ്പോഴും കാത്തിരുന്നിട്ടാണ് മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അടക്കം തകർന്നു എന്ന് പിന്നീടാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നമ്മുടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതിനു മുമ്പേ സ്പോട്ടിൽ തന്നെ ടെലഗ്രാം ചാനലുകളും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ പേജുകളും അതുപോലെ മറ്റ് അൺഓതറൈസ്ഡ് അൺഒഫീഷ്യലായിട്ടുള്ള വാർത്താ വെബ്സൈറ്റുകളൊക്കെ അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തേ വലിയ മുന്നേറ്റം നടത്തി ഇറാൻ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തകർത്തു. നമ്മളും കരുതി അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ലല്ലോ, കാരണം അത്രമേൽ ഹൈപ്പാക്കി വെച്ച രാജ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ തകർക്കണമെങ്കിൽ ഇറാൻ വല്ലാതെ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ പിറ്റേന്ന് 24 മണിക്കൂറും 48 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആ സംഭവം മുഖ്യധാര മാധ്യമങ്ങൾ നമ്മൾ കണ്ടത്. ഇപ്പം അതിനെ ആസ്പദമാക്കി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇത് അഥവാ കാമിക്കാസി എന്ന് പറയുന്നതിൻ്റെ 0.2 എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ പുതിയതായിട്ട് അനാവരണം ചെയ്തത് അത് അൽ ഹുദൈദിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് എത്രത്തോളം ഓക്കെ ആണോ എന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സത്യാവസ്ഥയായിട്ട് നമുക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സിങ്ക് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ഹെഡ് ക്വാർട്ടേഴ്സ് തകർന്ന സമയത്തും ഇത്തരം ചാനലുകൾ മാത്രമായിരുന്നു ഇങ്ങനെ ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ തകർന്നു എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടൈം പറഞ്ഞത് ഇങ്ങനെയുള്ള വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലുകളായിരുന്നു. അത് വെച്ച് നമുക്ക് പറയാം ഈ കാമിക്കാസി എന്ന് പറയുന്ന അൽ ഹുദൈദിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അവർക്ക് ഹരാർപ്പണം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പദം അവരുപയോഗിക്കുന്നുണ്ട്. അത് അവർക്ക് വ്യക്തമായ ഒരു ശക്തമായ ഒരു താക്കീതാണെന്ന രൂപത്തിലാണ് ഈ ഒരു സംഭവം അനാവരണം റിവീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അൽ ഹുദൈദിനെ വിടില്ല എന്നുറപ്പായി. അല്ലാതെ ഇത്രയും സംഭവങ്ങളൊക്കെ അനാവരണം ചെയ്ത ഒരുപാട് മിസൈൽ സംവിധാനങ്ങളൊക്കെ നേരത്തെ അവരുടെ എക്സിബിഷനിൽ കണ്ടിട്ടുണ്ട്, എക്സ്പോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ പുതുതായിട്ടൊന്ന് കൊണ്ടുവരികയും അത് അൽ ഹുദൈദിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നൊക്കെ അൺഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റാണ് പറയുന്നതെങ്കിൽ പോലും അവിടെ നിന്ന് ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ചെറിയ ചോർച്ചയെങ്കിലും കിട്ടാതെ അങ്ങനെ പറയാൻ സാധ്യത ഉണ്ടാവില്ലല്ലോ. അതും ഒരു രാഷ്ട്രമല്ലേ ദോഹ അഥവാ ഖത്തർ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം, ഇറാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്കൻഡ്
സ്റ്റെപ്പ് എടുക്കുന്നത് ഇവർക്കെതിരെയായിരിക്കും, അൽ ഉദൈദിന് വേണ്ടിയിട്ടായിരിക്കും. അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട്. മാത്രമല്ല, എന്ത് ത്യാഗം ചെയ്താലും ശരി ഇത് അവസാനത്തെ യുദ്ധമായിട്ട് പരിണമിപ്പിക്കാനും ഈ ഇറാൻ തയ്യാറാണ്. കാരണം അവരുടെ ഈ രാജ്യം നഷ്ടപ്പെടുത്തിയിട്ട് ഒരാൾക്കും ഇവിടെ ജീവിക്കണമെന്ന യാതൊരു താല്പര്യവും ഇല്ല എന്നാണ് അവിടുത്തെ പൗരന്മാരും ഇപ്പം ചില ബാനറുകളിൽ കാണിക്കുന്നത്. ഇസ്രായേൽ മൗത്ത്, അമേരിക്ക മൗത്ത് എന്നും പറഞ്ഞിട്ട് കുറേ ബാനറുകൾ അവിടെ പതച്ചത് അവിടെ ഒട്ടിച്ചത് കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഇവിടെ നല്ല രൂപത്തിൽ ആളുകൾ ഈ യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ്, അഥവാ മരിക്കാൻ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് അവിടുത്തെ രാജ്യത്തെ പൗരന്മാർ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ മരിക്കാൻ പേടിയുള്ള ആളുകളെ ആകില്ല എന്ന് പറയുന്നത് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുള്ള ഒരു പറച്ചിൽ തന്നെയാണ്. കാരണം എല്ലാത്തിൻ്റെയും മൗത്തായതിനു ശേഷമേ നമ്മുടെ രാജ്യം മൗത്താവുള്ളൂ എന്ന് പറയുന്നുണ്ട്, മൗത്താകുകയാണെങ്കിൽ. അപ്പം വ്യക്തമായിട്ടൊരു മുന്നറിയിപ്പ് ഖത്തറിന് കൊടുക്കുന്നുണ്ട്. ആ കാമിക്കാസി എന്ന് പറയുന്ന ഡ്രോണുകളുടെ അഥവാ അബാബിയൽ പക്ഷികളെപ്പോലെ അതിൻ്റെ മുകളിലേക്ക് വന്ന് വീഴുന്ന രംഗം ഇനി കാത്തിരിക്കാൻ കുറച്ച് സമയങ്ങളെ ഉള്ളൂ എന്നുള്ളത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പരോക്ഷമായി പറയുമ്പം ഖത്തർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിപ്പെടുത്തുന്ന, ഖത്തറിൻ്റെ എല്ലാ ഭാഗങ്ങളും ആക്രമിക്കില്ല എന്ന് മുമ്പൊരു പ്രസ്താവന ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു കളിയങ്ങ് തുടങ്ങിയാൽ അവിടെ എന്താ ഉണ്ടാകുക എന്നുള്ളതൊന്നും ഒരു റഫറിയോ കാര്യമോ ഇല്ലാത്തൊരു പരിപാടിയാണല്ലോ യുദ്ധം. അപ്പോൾ അവിടെ എന്താ ഉണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് നേരിട്ട് കാണാനേ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പം പറയുന്നത് അൽ ഉദൈദ് അതുപോലെ തന്നെ അമേരിക്കൻ അസറ്റുകൾ സൂക്ഷിച്ച സ്ഥലങ്ങളിലെ ആക്രമണം നടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം പാലിക്കപ്പെടുമെന്നുള്ളത് ആ യുദ്ധ സാഹചര്യങ്ങളിൽ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ ഈ ഒരു ഡ്രോണിനെ ദോഹ അൽ ഉദൈദിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിരൂപണങ്ങളും അതുപോലെ തന്നെ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ചാനൽ നമ്മൾ ഒരുപാട് മെനക്കെട്ട് കുറേ ആളുകൾ ഇതിന് പിന്നിലെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ റിക്കവറി ആയിട്ടുണ്ട്. അഥവാ 30,000-ലെത്തിയപ്പം താഴേക്ക് പോയിരുന്നു. നിങ്ങളീ കാണുന്ന 30,000 ചിലപ്പം അത് 2-3 ദിവസം കഴിഞ്ഞാൽ താഴെ കാണും. കാര്യം ഇതിൻ്റെ 48 മണിക്കൂറിൻ്റെ അപ്ഡേഷനാണ് മിക്കപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ സപ്പോർട്ട് നന്നായി കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക, അഥവാ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് പറയുമ്പോൾ ചിലരൊക്കെ കരുതും ഇന്ന് എല്ലാ വീഡിയോസിലും പറയുന്നത് താല്പര്യമേ ഉള്ളൂ, ചാനൽ നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് നല്ല അനുഭവമുണ്ട്. 2 ചാനൽ മുന്നേ അടിച്ചു പോയിട്ടുണ്ട്. അത് ഒരു നെഗറ്റീവായിട്ട് വരുമ്പം നമുക്കറിയാമല്ലോ, ഇതിനൊക്കെ AI ആണ് ഉപയോഗിക്കുന്നത്. AIക്ക് പിന്നെ കരുണോ കാരുണ്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കാത്തിരിക്കാം. ഒന്നും അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നും പ്രത്യാശിക്കാം. മൊത്തം നമുക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം, ഇറാനുമായിട്ട് യുദ്ധമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഭാവി നിർണയമായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. കാരണം അത്രയും വളരെ രൂക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുകളും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കപ്പൽ കൊണ്ട് പേടിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു മുന്നേറ്റം US-ൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. തക്കം പാർത്ത് അടിക്കാൻ കാത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. മൊത്തം ഒന്ന് എടുത്തു നോക്കിയാൽ ഈ ഒരു സ്പാർക്ക്, ഒരു തീപ്പൊരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു സെക്കൻഡിൽ ഒരു എന്താ പറയുക, ഒരു അച്ചടക്കരാഹിത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സെക്കൻഡ് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പാക്കാം മറ്റൊരു യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയെന്ന്. എന്നാലും നമുക്ക് പ്രതീക്ഷ മറ്റുപോകാതെ സമാധാനത്തിൻ്റെ ലോകത്തിന് വേണ്ടി കാത്തിരിക്കാം, പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. നിങ്ങൾ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.